ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. 24-ാം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് പതാക ഉയർന്നു. ഇനി 4 നാൾ നീണ്ട പ്രൗഢഗംഭീര സമ്മേളന പ്രക്രിയകൾ. സംഗമവും ആഘോഷവും കരുത്തുകാട്ടിയുള്ള പ്രകടനങ്ങൾ മാത്രമല്ല CPIMന് അവരുടെ സമ്മേളനങ്ങൾ. സ്വയം വിമർശനത്തിൻ്റെയും തിരുത്തലിൻ്റെയും പുതു ഊർജ്ജത്തിൻ്റെയും ആശയ അടിത്തറയുള്ള ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ വ്യക്തതയും വികാസവും കൂടിയാണത്. രാജ്യത്ത് നിലനിൽക്കുന്ന അമിതാധികാര പ്രവണതയുടെയും വർഗീയ ചേരിതിരിവിൻ്റെയും രാഷ്ട്രീയ കാലത്ത് വിജയത്തിൻ്റെയും വികസനത്തിൻ്റെയും മതേതര പാതയിൽ തേരോട്ടം നടത്താൻ പ്രസ്ഥാനത്തെ കൂടുതൽ സജ്ജമാക്കേണ്ടത് മുന്നിലെ വലിയ വെല്ലുവിളി തന്നെയാണ്. അടിസ്ഥാനവർഗ താൽപ്പര്യങ്ങളെയും സാധാരണക്കാരൻ്റെ ജീവിതം മെച്ചപ്പെടുത്തേണ്ട ക്ഷേമ പദ്ധതികളടക്കം വെല്ലുവിളികൾക്കിടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ വലിയ ഉത്തരവാദിത്വം CPIMൽ നിക്ഷിപ്തമാണ് എന്നത് തർക്കരഹിതം. കെട്ടകാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനും ഉൾക്കരുത്തോടെ സംഘടനാശേഷി ചിട്ടപ്പെടുത്താനും ഈ സമ്മേളനം ഉപകാരപ്പെടുന്നത് എങ്ങനെ ചർച്ച ചെയ്യാം. നവകേരളത്തിൻ്റെ പുതുവഴികളിലേക്ക് ചെമ്പതാക ഉയരുമ്പോൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, ഒപ്പം മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. കൊല്ലത്ത് ഇന്ന് വൈകുന്നേരമാണ് സീതാറാം യെച്ചൂരി നഗറിൽ കൊടി ഉയർന്നത്. ദീപശിഖ പ്രയാണം, അതുപോലെ പതാകജാഥ, കൊടിമരജാഥ, ഇതെല്ലാം ഇന്ന് കൊല്ലത്ത് സംഗമിക്കുകയായിരുന്നു. ആശ്രാമം മൈതാനത്തെ യെച്ചൂരി നഗറിലാണ് സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള മന്ത്രി KN ബാലഗോപാൽ പതാക ഉയർത്തിയത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള CPIM നേതാക്കളൊക്കെ സന്നിഹിതരായ വേദിയിൽ ആണ് സീതാറാം യെച്ചൂരി നഗറിൽ ഇന്ന് പതാക ഉയർത്തിയത്. അതുപോലെ തന്നെ നാളെ പ്രതിനിധി സമ്മേളനം ടൗൺ ഹാളിലാണ്, കോടിയേരി നഗറിലാണ്. പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന സമ്മേളനം പ്രതിനിധി സമ്മേളനത്തിലേക്ക് നാളെ കടക്കുകയാണ്. ഈ ചർച്ചയിലേക്ക് എത്തുന്നത് CPIMൻ്റെ സംസ്ഥാന സമിതി അംഗം K അനിൽകുമാറാണ്. അദ്ദേഹം ഇപ്പോൾ CPIMൻ്റെ സംസ്ഥാന സമിതി യോഗം കൊല്ലത്ത് നടന്നു വരികയാണ്. അതിൽ പങ്കെടുത്തു. ആ യോഗം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ ചർച്ചയിലേക്ക് എത്തും എന്നും വിചാരിക്കുന്നു, മനസ്സിലാക്കുന്നു. ശ്രീ ജയചന്ദ്രനാണ് നമ്മൾക്കൊപ്പം ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരുന്നത്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ ജയചന്ദ്രൻ, ഈ സംസ്ഥാന സമ്മേളനം രാഷ്ട്രീയമായി ഏറെ സവിശേഷവും ശ്രദ്ധയാകർഷിച്ച ഒരു കാലത്താണ്. ഈ കാലം എന്നത് CPIMൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തെ കൂടുതൽ ഗൗരവത്തിൽ ആളുകളെ CPIM പാർട്ടി പ്രവർത്തകരിലോ അനുഭാവികളോ ഇടതുപക്ഷ അനുഭാവികളിലോ മാത്രമല്ല, ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം ശ്രദ്ധിക്കുന്ന വിധത്തിലേക്ക് CPIMൻ്റെ ഈ കൊല്ലം സമ്മേളനം മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് നിരവധിയായ കാരണങ്ങളുമുണ്ടല്ലോ. അത് വളരെ ആ നിലയ്ക്കൊക്കെ CPIMൻ്റെ ഈ സംസ്ഥാന സമ്മേളനം എന്നത് രാഷ്ട്രീയമായി വളരെ ഗൗരവമുള്ളതും അങ്ങേയറ്റം ശ്രദ്ധയാകർഷിക്കുന്നതുമാണോ? തീർച്ചയായും ശരത്, അതുതന്നെയാണ്. കാരണം CPIMൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ 3 വർഷം കൂടുമ്പോഴാണല്ലോ നടക്കാറുള്ളത്. അത് താഴെത്തലം ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി തലം വരെയുള്ള സംഘടനാ ചർച്ചകൾ നടത്തിയാണ് കൃത്യമായ ഇടവേളകൾ, 3 വർഷ ഇടവേളകളിൽ പാർട്ടി സംഘടനയെ, പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഈ നാളെ ചേരുന്ന, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പതാക ഉയർത്തി നാളെ മുതൽ തുടങ്ങുന്ന സമ്മേളനം വളരെ സവിശേഷമായ പശ്ചാത്തലത്തിലാണ് ചേരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 9 വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്നത് LDF സർക്കാരുകളാണ്, 1ഉം 2ഉം പിണറായി സർക്കാരുകൾ. ആ സർക്കാരുകൾ 9 വർഷം കൊണ്ട് കേരളത്തിൽ വരുത്തിയിട്ടുള്ള കേരളത്തിൻ്റെ പുരോഗതി, വികാസത്തിലേക്കുള്ള പ്രയാണങ്ങൾ, അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും അതിൻ്റെ നേട്ടക്കോട്ടങ്ങൾ വിലയിരുത്തുന്നതോടൊപ്പം തന്നെ മുമ്പോട്ടുള്ള പോക്ക് എങ്ങോട്ടാണ്, അതാണ് ഏറ്റവും പ്രധാനം. കേരളം ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, അതിൽ CPIM വഹിക്കേണ്ട പങ്ക് ഏതേതൊക്കെ നിലയിലാണ്, അതിന് ഏതേതൊക്കെ തലങ്ങളിലാണ് ആ ചർച്ചകൾ നടക്കേണ്ടത് എന്നുള്ളതടക്കം വളരെ സമഗ്രമായ ചർച്ചകൾ തന്നെയാണ് കേരളത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് സാധ്യമാക്കാൻ ഈ ദിവസങ്ങളിലെ സമ്മേളനങ്ങൾ ഇനി നടത്തുന്നത്. പക്ഷേ പൊതുവിൽ ഇതല്ല മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമുള്ളത്. അവർ CPIMനുള്ളിൽ എന്തെങ്കിലും പടലപ്പിണക്കങ്ങളുണ്ടോ, ഇത് മാനദണ്ഡപ്രകാരം പ്രായപരിധി പാലിക്കുമോ, അതോ ആർക്കെങ്കിലും ഇളവ് കൊടുക്കുമോ, ഇത്തരത്തിലുള്ള വളരെ സ്പൈസി ആയിട്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, എന്നാൽ അതേസമയം തന്നെ ഇടതുപക്ഷത്തിനെ അകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ അണികൾക്കും അനുഭാവികൾക്കിടയിൽ അത്തരത്തിലുള്ള ശ്രദ്ധ തിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് നിരന്തരം മാധ്യമങ്ങൾക്ക് പഥ്യമായിട്ടുള്ളത്.
അത് മാധ്യമങ്ങളുടെ കാര്യം, അതല്ല CPM ശ്രദ്ധിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശരത്ത് പൂർണ്ണസമയം പങ്കെടുത്ത ആളാണല്ലോ ഗ്ലോബൽ സമ്മിറ്റിൽ എറണാകുളത്തെ. അപ്പോൾ അത് നമുക്ക് മുമ്പോട്ട് തന്നിട്ടുള്ള ആശയങ്ങൾ 1,52,000 കോടി രൂപയുടെ വികസന സാധ്യതകൾ തുറന്നു വന്നിട്ടുണ്ട്, അത്രയും സംഗതികൾ വന്നിട്ടുണ്ട്. പക്ഷേ CPM അതുമാത്രമല്ല കാണുന്നത്. വൻകിട വികസന സാധ്യതകൾക്കൊപ്പം പ്രാദേശിക സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്ന പങ്ക് എത്രത്തോളമാണ്, അത് വളരെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 9 വർഷം കൊണ്ട്. കാരണം പ്രാദേശിക സർക്കാരുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന അത്ഭുതം കൂറിയവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ പ്രാദേശിക സർക്കാരുകളായ ത്രിതല പഞ്ചായത്തുകൾ നിരവധി പദ്ധതികൾ സ്വന്തമായി ഏറ്റെടുത്ത് വിജയകരം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ഇപ്പോൾ കേരളത്തിലെ ഈ നമ്മൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം പല തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ടെക്ജൻഷ്യ എന്ന് പറഞ്ഞ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സ്ഥാപനം ചേർത്തലയിൽ, ആലപ്പുഴയിൽ ചേർത്തലയിലാണ്, നഗരസഭാ പരിധിയിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ 100 കണക്കിന് സ്ഥാപനങ്ങൾ പ്രാദേശികമായ ഗ്രാമീണ തലത്തിൽ വരെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വിജയകരമായി അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിൻ്റെ പൊതുചിത്രം കഴിഞ്ഞ 9 വർഷം കൊണ്ട് ആകെ മാറിയിട്ടുണ്ട്. ആ ഒരു പുരോഗതിയെ മൊത്തം അളക്കുക. ഒപ്പം തന്നെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നമുക്ക് ഈ രംഗങ്ങളിൽ, വിവിധ രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ എത്രത്തോളമാണ്, അവയെ എങ്ങനെയാണ് മുമ്പോട്ട് മറികടന്ന് പോകേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് സമഗ്രമായി ചർച്ച ചെയ്ത് തന്നെ പോവുക. ആ ചർച്ചകളാണ് CPM-നെ കൂടുതൽ കരുത്തുറ്റാക്കിക്കൊണ്ടേയിരിക്കുന്നത്. എക്കാലവും അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങളൊന്നുമല്ല അകത്ത് ആ പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കാറുള്ളത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രത്യേകത കുറേ കൂടെ ദൃഢീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ നടക്കാൻ പോവുക എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ പൊടിപ്പാറ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നു. ശ്രീ പൊടിപ്പാറ, ഈ കാലം എന്നുള്ളത് കൂടി ചേർത്ത് വെച്ച് CPM-ൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം ഇനിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു, അതിനുശേഷം കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പുറത്ത് ഇവിടെ CPIM നയിക്കുന്ന ഇടതുമുന്നണി പല കാരണങ്ങളാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷത്തേക്ക് പോയാൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥിതി നമ്മൾക്കെല്ലാം അറിയാം. നേതൃത്വത്തിലുണ്ടായിട്ടുള്ള വളരെ പരസ്യമായിട്ടുള്ള ഭിന്നത, നേതാക്കൾക്കിടയിലെ കിടമത്സരം, അതിനിടയിൽ തന്നെ ഈ സർക്കാരിനെ സമീപിക്കുന്നതിൽ തന്നെ രണ്ടു പക്ഷം പറഞ്ഞതിൽ ഉറച്ചു നിന്ന് ഡാറ്റ വെച്ചാണ് സംസാരിക്കുന്നത്. സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന വികസനത്തെ സംബന്ധിച്ച് എന്ന് പറയുന്ന തരൂര് ഏറ്റവും ഒടുവിൽ എടുത്ത ഒരു നിലപാട്. അതേസമയം ആ അഭിമുഖത്തിലടക്കം കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്തതായ പലതും വന്നു എന്ന നിലയിലൊക്കെയുള്ള വിയോജിപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മുന്നണിയെയും അതിനെ നയിക്കുന്ന കോൺഗ്രസിനെയും സ്വാഭാവികമായും ഇപ്പുറത്തെ രാഷ്ട്രീയ മുന്നണിയെക്കുറിച്ചും ആ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലം എന്നുള്ളത് CPM-ൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ച് വളരെ സവിശേഷതയുള്ളതല്ലേ? അത് വളരെയധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരത്തെ, കാലം എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആ തലം എനിക്ക് മനസ്സിലായി. അതായത് ഇത് 2 പ്രധാന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാനത്തെ സംസ്ഥാന സമ്മേളനമാണ്. ഇനി ഇതിന് ശേഷമേ സംസ്ഥാന സമ്മേളനമുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്, വളരെ വളരെ രാഷ്ട്രീയ പ്രാധാന്യം. അതായത് ഒരുപക്ഷെ ഈ സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന മറ്റ് അനവധി വിഷയങ്ങൾ, സ്വാഭാവികമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് സാർവദേശീയ വിഷയങ്ങൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും പ്രാദേശിക വിഷയങ്ങൾ വരെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. അതല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കരട് രേഖ വെറുതെ കുറെ എന്താ പറയാ വാചാടോപമല്ല. അത് വളരെ സൂക്ഷ്മമായി, വളരെ സാങ്കേതികമായി അതിന്റെ എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയിലും വൈപുല്യത്തിലും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന, പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത്. പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ സംസ്ഥാന സമ്മേളനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് അതിലേക്കുള്ള ഒരു റോഡ് മാപ്പ്, അല്ലെങ്കിൽ അതിലേക്ക് അതിൽ മേധാവിത്വം നേടാനുള്ള, വീണ്ടും ഒരിക്കൽ കൂടി ഒരു 3-ാം ഊഴത്തിലേക്ക് പാർട്ടിക്ക് എത്തിച്ചേരാൻ കഴിയുമോ, ഇടതുമുന്നണിയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെല്ലാം രൂപം കൊടുക്കേണ്ട, അതോടൊപ്പം തന്നെ ഈ 2ാം മന്ത്രിസഭ അല്ലെങ്കിൽ 2ാം വീണ്ടും ഒരിക്കൽ കൂടി ചരിത്രം കുറിച്ച് അധികാരത്തിൽ വന്ന 2ാമത് ഇടതുമുന്നണി സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയാണ് പാർട്ടി ആ സർക്കാരിന്റെ വീക്ക്നെസ്സുകൾ, എവിടെയാണ് പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിയാതെ പോയത്, എവിടെയാണ് പ്രതീക്ഷ
ദിശയിലധികം വളർന്നത് അത് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞു? അതോ പ്രതിപക്ഷം അവകാശപ്പെടുന്ന പോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒരു സീറ്റിൽ ഒഴികെ മറ്റെല്ലായിടത്തും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? എന്തുകൊണ്ട്? അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കപ്പെട്ടു. പക്ഷെ അതില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും എത്തിയപ്പോൾ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താനും കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ആവർത്തനത്തിന് സാധ്യതയുണ്ടോ? അത് അന്ന് യാദൃച്ഛികമായി സംഭവിച്ചതാണോ? അതോ കൃത്യമായ ആസൂത്രണത്തിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടികളിലൂടെ, അടവ് നയങ്ങളിലൂടെ ഒക്കെ സംഭവിച്ച അല്ലെങ്കിൽ സാധിച്ചെടുത്ത ഒരു അത്ഭുതമാണോ? അതിനിയും സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി, വളരെ എന്താ പറയാ, ആഴത്തിലും സമഗ്രതയിലും ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ്. മാത്രമല്ല സമകാലിക വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ നയങ്ങളിൽ പലരും, ഞാനടക്കമുള്ള പലരും വലതുപക്ഷ വ്യതിയാനം എന്ന് വിശേഷിപ്പിക്കുന്ന വിഷയങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ പല കാര്യങ്ങളിലും പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ആഗോളീകരണത്തിനും ഉദാരീകരണത്തിനും നവ ലിബറൽ സമീപനങ്ങൾക്ക്, വ്യവസായവൽക്കരണത്തിലായാലും ഒക്കെ ചില കാര്യങ്ങളിൽ സംസ്ഥാനത്തിന്റെ താല്പര്യം, അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായ ഈ മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായ സമീപനം, ഇതൊക്കെ എടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ പാർട്ടി എടുക്കുന്ന സമീപനം എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിന് പുതിയ കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പണ്ട് പാർട്ടി എടുത്ത നയനിലപാടുകളിൽ വരട്ടുവാദം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടുള്ള ആ വാദങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിലപാടുകളിൽ മാറ്റം വേണം. വ്യവസായവൽക്കരണത്തെ സംബന്ധിച്ചും വികസനത്തെ സംബന്ധിച്ചും ഒക്കെ കുറെ കൂടി യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് ആഗോള സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയും അതിനെ കേരളത്തിലേക്ക് കൂടി ഉൾക്കൊണ്ടും ശ്രീ പൊടിപ്പാറ, മാത്രമേ അത് അങ്ങനെയാണെങ്കിൽ അത് താങ്കൾ പറഞ്ഞു വരുന്ന രീതിക്കാണെങ്കിൽ അത് കൂടുതൽ ഗുണപരമായ, ആ പാർട്ടിയെ സംബന്ധിച്ചോ ആ പാർട്ടി നയിക്കുന്ന മുന്നണിയെ സംബന്ധിച്ചും കൂടുതൽ ഗുണപരമായ ഒരു കാര്യമല്ലേ? നാടിന്റെ നേട്ടത്തിനനുസരിച്ച് ഇപ്പോൾ പ്രത്യയശാസ്ത്ര പിടിവാശികളില്ലാതെ ഇപ്പോൾ വ്യവസായ വികസനത്തെ സംബന്ധിച്ച് വ്യവസായങ്ങൾ നിലനിൽക്കണം, നിലനിന്നുകൊണ്ട് മാത്രമേ ആ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ആ നിലയിൽ തൊഴിലാളി സമീപനം കൂടി കടന്നു വരുന്നത് ഒരുപക്ഷെ ആ പാർട്ടിയെ രാഷ്ട്രീയമായി, ആ പാർട്ടിയെ മുന്നണിയെയും കുറെ കൂടി ആളുകളുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നതല്ലേ? ചരിത്രം അത് ശരിയാണ്. ആ കാഴ്ചപ്പാടിലേക്ക് എത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് മറ്റു സർക്കാരുകൾ, കമ്മ്യൂണിസ്റ്റ് ഇതര സർക്കാരുകൾ അധികാരത്തിലിരുന്ന സമയത്ത് ഇതിനെ ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാത്ത, അല്ലെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ എന്താ പറയാ, സംസ്കാരം വേറെയാണ്, കേരളത്തിന്റെ രാഷ്ട്രീയം വേറെയാണ്, കേരളത്തിന്റെ സമൂഹം വേറെയാണ്. ഇവിടെ അടിസ്ഥാന വർഗത്തോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലല്ലാതെ ക്രോണിക് ക്യാപിറ്റലിസത്തോടോ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ ക്യാപിറ്റലിസത്തോടോ സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു വികസനവും കേരളത്തിന് ആവശ്യമില്ല. അതെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തൊരു പ്രസ്ഥാനം. ആ പോയിന്റിൽ ശ്രീ പൊടിപ്പാറ പറഞ്ഞ വിമർശനാത്മകമായ ആ പോയിന്റിൽ ഞാൻ ശ്രീ എം ജയചന്ദ്രനിലേക്ക് വരാം. ശ്രീ പൊടിപ്പാറ, ഞാൻ വരാം അതിലേക്ക്. അദ്ദേഹം പറയുന്ന നിലയിലേക്ക് ഇക്കാര്യങ്ങളിലൊന്നും ഇതിനു മുൻപുണ്ടായിരുന്ന UDF സർക്കാരുകളെ അനുവദിക്കാത്ത രാഷ്ട്രീയ സമീപനമായിരുന്നോ എന്നുള്ള ഒരു വിമർശനത്തിൻ്റെ സ്കോപ്പ് എത്രമാത്രമുണ്ട്? കഴിഞ്ഞ ദിവസം അടക്കം നിയമസഭയിൽ എമർജിംഗ് കേരള പോലെയുള്ള UDF സർക്കാരിൻ്റെ കാലത്തെ നിക്ഷേപ സംഗമ പരിപാടിയുമായി ബന്ധപ്പെട്ട് വ്യവസായ മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആ പരിപാടിക്ക് കൊടുത്ത പൂർണ്ണ പിന്തുണയെ സംബന്ധിച്ച്, ആ അഷ്വറൻസ്, ആ ഉറപ്പ് സംബന്ധിച്ച വിവരങ്ങൾ, അദ്ദേഹം എടുത്ത നിലപാടുകൾ, അന്ന് വന്ന വാർത്തകൾ വായിച്ചു. മറുഭാഗത്ത് പറഞ്ഞത് എന്താണ്? അന്ന് യുവ നേതാക്കളായി, യുവ MLA മാരായി, ഹരിത നേതാക്കളായി ഇന്നും സഭയിലിരിക്കുന്ന അന്നത്തെ സർക്കാരിന്, അന്നത്തെ UDF ഭരണമുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് MLA മാർ തന്നെ പല എതിർപ്പുകൾ ഉന്നയിച്ചവരാണ്. ആ സർക്കാരിലെ റവന്യൂ മന്ത്രി തന്നെ വിമർശനങ്ങൾ ഈ പരിപാടിയുടെ തലേ ദിവസവും നടത്തിയില്ലേ എന്ന നിലയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയുണ്ടായി. നോക്കൂ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ കാര്യം, ദേശീയപാത വികസനത്തിൻ്റെ കാര്യം, ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ കാര്യം, ഇതിലൊക്കെ സർവകക്ഷി യോഗം ചേരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPIM എന്ന പാർട്ടി ആ സർവകക്ഷി യോഗങ്ങളിലൊക്കെ ഇത് നടപ്പാക്കാൻ പണം കണ്ടെത്താനായാൽ മുന്നോട്ട് പോകണം എന്ന നിലപാട് സ്വീകരിച്ചവരല്ലേ? വസ്തുത അതല്ലേ? പക്ഷേ ശ്രീ പൊടിപ്പാറ പറയുന്നത് മുൻപ് ഇതിനെല്ലാം അന്ധമായി എതിർത്തിരുന്നു, ആ എതിർത്ത ആളുകൾക്ക് വീണ്ടും വിചാരമുണ്ടായി എന്ന നിലയിലേക്കൊരു നറേറ്റീവ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ചർച്ചകൾക്കും ചിന്തയ്ക്കും ഇപ്പുറത്തുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇങ്ങനൊരു വ്യാഖ്യാനമോ ഇങ്ങനൊരു പ്രശ്നമോ സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് പലപ്പോഴും ഉയർന്നു വരാറുണ്ടല്ലോ ശ്രീ ജയചന്ദ്രൻ. വളരെ അടിസ്ഥാനരഹിതമായ ഒരു വിമർശനമാണ് പ്രിയ സുഹൃത്ത് പൊടിപ്പാറ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം. കാരണം കേരള വികസനം സംബന്ധിച്ച് ധാരണയില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് വിചാരിക്കുന്ന മാധ്യമപ്രവർത്തകരാണോ ശ്രീ പൊടിപ്പാറ? ഞാനങ്ങനെ കരുതുന്നില്ല.
അങ്ങനെ കരുതാൻ കഴിയുന്ന ഒരു കാലിബർ അല്ല അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ കരുതാൻ പറ്റുന്ന ഒരാളല്ലല്ലോ പൊടിപാറ. കേരള വികസനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആ ഉത്തരവാദിത്വപൂർണ്ണമായ ഇടപെടൽ ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ലല്ലോ. അത് 56-ൽ തൃശ്ശൂരിൽ നടന്ന അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് ആ രേഖ അംഗീകരിച്ചുകൊണ്ടാണ് 57-ൽ വന്ന EMS ഗവൺമെൻറ് തനത് വികസന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ് അടക്കം കോഴിക്കോട് വരുന്നത്. തുടർന്ന് എത്രയോ വ്യവസായ പദ്ധതികൾ സംസ്ഥാനത്ത് വരുന്നു. അപ്പോൾ അവിടെയെല്ലാം വ്യക്തമായി കേരള വികസനം എന്തായിരിക്കണം, ഭാവി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ സാധ്യതകളും കാഴ്ചപ്പാടും എന്നുള്ളത് സംബന്ധിച്ച് തുടക്കം മുതലേ ഒന്നാം കേരള സർക്കാർ മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പിന്നീട് CPIM ഒക്കെ ചർച്ച ചെയ്ത് പോന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വ്യക്തമായ നിലപാടുകളുമുണ്ട്. ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ വിവിധ മേഖലകളിൽ ഇടപെടുന്നത്. ഇപ്പോൾ 91-ൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഈ ഗ്ലോബലൈസേഷന് പച്ച പരവതാനി വിരിച്ചു കൊടുക്കുന്ന ആരാണ്? നരസിംഹറാവുവും മൻമോഹൻ സിംഗുമാണ്. അപ്പോൾ അതിന് ആ ഘട്ടത്തിൽ തന്നെ തൊട്ട് പിന്നാലെയുള്ള ഘട്ടത്തിലാണ് കേരളത്തിൽ പീപ്പിൾസ് പ്ലാനിങ്, ജനകീയാസൂത്രണം എന്ന അതിബൃഹത്തും സൂക്ഷ്മതലത്തിൽ തന്നെ ശ്രദ്ധേയവുമായ പദ്ധതി തുടങ്ങുന്നത്. ഇന്ന് ആ പദ്ധതി ജനകീയാസൂത്രണം എന്ന പേരിൽ തന്നെ രാജ്യമെമ്പാടും വ്യാപിച്ചിട്ടുണ്ട്. അത്രയും ബൃഹത്തായൊരു പദ്ധതിയാക്കിയത് മാറ്റാൻ കഴിഞ്ഞതും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞതും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കല്ലേ, പിന്നീട് LDFനല്ലേ. അത് വ്യക്തമായ ഒരു പദ്ധതിയായിട്ട് തന്നെ രൂപപ്പെടുത്തുകയും അത് മുമ്പോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ വളർച്ച മൊത്തത്തിൽ തന്നെ സമഗ്രമായി തന്നെ അനുഭവിക്കാൻ ഇടവരികയും ചെയ്തതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പ്രാദേശിക സർക്കാരുകൾ എന്ന സങ്കല്പത്തിൽ പ്രാദേശിക സർക്കാരുകൾക്ക് വികസിക്കാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണം പോലും പലരും കണ്ട ഘട്ടത്തിലാണ്. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് പോലും മണിശങ്കർ കോൺഗ്രസ് നേതാവായ മണിശങ്കർ കണ്ണൂർ വന്നിരുന്നല്ലോ. കണ്ണൂർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഈ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു സംഗതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടിസ്ഥാന തലത്തിലുള്ള എങ്ങനെയാണ് അടിസ്ഥാനതല ഈ നവീകരണം ഒരു സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആ തരത്തിൽ ഇന്നും ആൾക്കാരതിനെ പ്രിയപ്പെട്ടതാക്കി തന്നെ കൂടെ ചേർക്കുകയാണ്. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ ജിമ്മിൻ്റെയും ഒക്കെയുള്ള എമർജിങ് കേരളയുടെ ഒക്കെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം അതിൻ്റെ ആന്തരിക ദൗർബല്യങ്ങൾ ആ മുന്നണിയിൽ തന്നെ ഉണ്ടായിരുന്നവർ വരുത്തി വെച്ചതാണ്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ഭരണത്തെക്കുറിച്ച് 2013-ലും 2014-ലും പറഞ്ഞത് ഓർക്കുന്നില്ലേ? കൊള്ളക്കാരുടെ ഭരണം എന്ന് പറഞ്ഞത് അന്ന് MLA ആയിരുന്ന VD സതീശനാണ്. ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അന്ന് ഈ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ LDFലെ ആരും തന്നെ പറഞ്ഞില്ലല്ലോ VD സതീശൻ പറഞ്ഞതുപോലെ വാചകം പറഞ്ഞോ. പക്ഷെ പറഞ്ഞത് ഇപ്പോൾ ശരത് സൂചിപ്പിച്ചതുപോലെ ഹരിത MLA മാർ അവരുടെ ഭാഗമായിട്ട് നിന്നവരും അവർ തന്നെയും ഒക്കെയാണ് അത്തരം പ്രവർത്തികൾ നടത്തിയതും ഈ 5-ാം പത്തി പ്രവർത്തനവും തുരപ്പൻ പ്രവർത്തനവും ഒക്കെ നടത്തി സ്വന്തം സർക്കാരിൻ്റെ പദ്ധതികളെ തുരങ്കം വെച്ചത് ആരാണ് എന്നുള്ളത് പരിശോധിച്ചാൽ മതി. അതിനകത്ത് അതിനെ LDFനെയോ CPMനെയോ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയാണ് ശ്രീ പൊടിപ്പാറ താങ്കളോട് ഞാൻ വരാം താങ്കളിലേക്ക് വരാം. അങ്ങനെയാണ് ശ്രീ പൊടിപ്പാറ താങ്കളുടെ ആ കാഴ്ചപ്പാടിനോട് ശ്രീ ജയചന്ദ്രൻ വിയോജിക്കുന്നത്. ഞാൻ താങ്കളുടെ അടുത്ത ഊഴത്തിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് അതിൽ കൂടുതൽ സപ്ലിമെൻ്റ് ചെയ്യാം. ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഓർക്കുന്നു. ഇപ്പോൾ CPIM വളരെ ശക്തമായി നടത്തിപ്പോരുന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് ഉണ്ട്. അതിൽ EMS തന്നെ വളരെ പ്രധാനപ്പെട്ട നിലയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കേരളത്തിൻ്റെ വലിയ മികവുകൾ കേരള മോഡൽ എന്ന നിലയിൽ ആഗോള ശ്രദ്ധ ആകർഷിക്കും വിധത്തിലേക്ക് തന്നെ കേരളത്തിന് മുന്നേറാനായിട്ടുണ്ട്. പക്ഷേ ആ മേഖലകളിലെ മികവിനനുസരിച്ച് കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയിലേക്ക് ഒരു വളർച്ചയിലേക്ക് കേരളത്തിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ കേരള മോഡലിലൂടെ നമ്മൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ പോലും നമ്മൾക്ക് നിലനിർത്താൻ കഴിയാത്തതായി വരും. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അടുത്ത എന്തോ ഒരൊറ്റ കാര്യം അനിൽകുമാർ സംസാരിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പൊ ഈ മാറ്റത്തെ നിഷേധാത്മകമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത്തരം ഒരു മാറ്റത്തിൽ കൂടി മാത്രമേ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിന് ഇനി അങ്ങോട്ട് മുന്നേറാൻ കഴിയുകയുള്ളൂ.
അതല്ലാതെ കേരളത്തിന്റെ മുൻപിൽ മറ്റു ഓപ്ഷൻസ് ഇല്ല. ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് അതല്ല, നമ്മൾ കഴിഞ്ഞ അത് കാലങ്ങളിൽ സമ്മതിച്ചു. മുഖത്തിരിച്ച് നിന്ന പക്ഷേ ശ്രീ പൊടിപ്പാറ, അത് 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 ഈ കാലത്തിൻ്റെ നമ്മൾക്ക് ആർക്കുമിടയിൽ ഒരു തർക്കവുമില്ലാത്ത വസ്തുതയായി നിരീക്ഷിക്കുമ്പോൾ തന്നെ ശ്രീ പൊടിപ്പാറ, അതിനു മുമ്പുണ്ടായിരുന്ന സമീപനത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ് ചില ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടി. അതങ്ങനെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഞാൻ അതിനകത്ത് നിരാശനുമല്ല. അതങ്ങനെ മാത്രമേ അതിനെ അല്ല, ഞാൻ അതുകൊണ്ടാണ് പറ്റുള്ളൂ എന്ന് എനിക്ക് തിരിച്ചറിയാനുണ്ട്. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഒതുക്കാതെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ദേശീയപാത വികസനത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതാണ്. അതായത് അധികം ചിരിക്കാത്ത പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഒരു കേന്ദ്ര ക്യാബിനറ്റ് യോഗം നടക്കുമ്പോൾ ഒരു പേപ്പർ എടുത്ത് വായിച്ചിട്ട് പൊട്ടിച്ചിരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മലയാളിയായ ക്യാബിനറ്റ് മന്ത്രിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി, മൻമോഹൻ സിംഗ് ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ദേശീയപാത വികസനത്തിന് വേണ്ടി 45 മീറ്ററിലും 60ലേക്കും ഒക്കെ നിൽക്കുമ്പോൾ ഇത് 30 മീറ്ററിലേക്ക് ചുരുക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്ന് റിക്വസ്റ്റ് വന്നത് വായിച്ചാണ് മൻമോഹൻ സിംഗ് പോലും ചിരിച്ചു പോയത് എന്ന്. ആ സർവകക്ഷി യോഗത്തിൽ പോലും ഇടതുപക്ഷത്തെ നയിക്കുന്ന CPIM എടുത്ത നിലപാട് ഇത് 45 മീറ്ററിൽ തന്നെ പോകണം, സർക്കാരിന് പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഭാഗമായി ഉമ്മൻചാണ്ടി സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ അന്നും CPIM പ്രതിനിധികളായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി അടക്കം പോയപ്പോൾ പറഞ്ഞത് ഇതിന് പണം കണ്ടെത്താനാകുമോ എങ്കിൽ സർക്കാർ ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ സ്റ്റോപ്പുകളെ സംബന്ധിച്ച് ആകെ 4 സ്റ്റോപ്പ് മറ്റാണ്, ബുള്ളറ്റ് ട്രെയിനാണല്ലോ, അത് മതിയോ എന്നതടക്കമുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് വളരെ ക്രിയാത്മകമായി അതിനോട് നിന്നത്. ഗെയിലിൻ്റെ കാര്യത്തിൽ സമരം ചെയ്ത് അത് പിന്നീട് നടപ്പാക്കുമ്പോൾ ഉയർന്ന ഭൂമി വില കൊടുത്ത് അതിൽ ആശങ്കയുണ്ടായിരുന്നവർക്ക് ഏറ്റവും മികച്ച ഭൂമി വില ഗെയിൽ കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് തിരുത്തൽ വരുത്തിയാണ്. ബോംബാണെന്ന് പറഞ്ഞത് ആര്? അവിടെയാണ് ശ്രീ പൊടിപ്പാറ, ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അതാണ് കറക്റ്റ്, താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. അല്ലല്ലല്ല, ഇത് നമ്മളെ വെള്ളപൂശയല്ല, നമ്മളിത് പഠിക്കേണ്ട വിഷയമാണ്. ഈ തുച്ഛമായ വിലയ്ക്ക് ആ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് അതിശക്തമായ എതിർപ്പ് കാര്യമായി ഉണ്ടായത്. ആ നിലയിൽ അത് സ്തംഭിച്ചു, എല്ലാവരും എതിർത്തു. ഭരണമാറ്റം ഉണ്ടായപ്പോൾ ഗെയിലിനോട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. കേരള സർക്കാർ വിളിച്ചു വരുത്തി പറഞ്ഞൊരു കാര്യം, ഈ വിലയ്ക്ക് കേരളം പോലൊരു സംസ്ഥാനത്ത് നിങ്ങൾക്ക് ഈ തുച്ഛമായ വിലയ്ക്ക് ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല, ഉയർന്ന വില അവർക്ക് നൽകണം. ഗെയിൽ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്ത് റീ ഓപ്പണിംഗ് വന്നു. സർക്കാർ കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമമാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. എന്നിട്ട് എന്തേ ഉമ്മൻചാണ്ടി അത് ചെയ്യാതിരുന്നത്? ഉമ്മൻചാണ്ടി സർക്കാരിന് അതാകാമായിരുന്നല്ലോ. രണ്ടാമത്തെ കാര്യം ഗെയിലിൻ്റെ കാര്യത്തിൽ അങ്ങനെ എതിർപ്പുകളും പ്രശ്നങ്ങളും പഠിച്ച് അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാൻ വേണ്ട ശക്തമായ കൗൺസിലിംഗ് പോലും നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ഇത് അക്കാദമിക്കായി പഠിക്കണം നമ്മൾ. കേരളം എങ്ങനെയാണ് എതിർപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എതിർപ്പുകളെ ചവിട്ടി മെതിച്ചല്ല, ആ എതിർപ്പുകളെ മനസ്സിലാക്കി അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് പോയി അല്പം നമ്മൾ സംസാരിച്ച ദീർഘമായി പോയി എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ദേശീയപാത വികസനത്തിന് ഭൂമി എടുത്തതിൽ സാറ് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് UPA സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ദേശീയ നയത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മികച്ച നഷ്ടപരിഹാരം കേരളത്തിന് കൊടുക്കാനായതെന്നാണ്. എന്നാൽ അതും തെറ്റാണ്. അതായത് ഇത്തരം പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ മികച്ച നഷ്ടപരിഹാരം നൽകണം എന്ന് പറയുന്ന ക്ലോസിൽ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത് ഉണ്ടായിരുന്നില്ല ശ്രീ പൊടിപ്പാറ സാർ. അന്ന് P. രാജീവ് അടക്കമുള്ള MP മാർ രാജ്യസഭയിൽ ദേശീയപാത വികസനം കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആ സർക്കാർ എതിർക്കുകയായിരുന്നു. ഇവർ ഭേദഗതി അവതരിപ്പിച്ചു, അനുവദിച്ചില്ല. ഒടുവിൽ ഡിവിഷൻ ഇട്ടു. പാർലമെൻറ്റ് രേഖകളിൽ വ്യക്തമായിട്ടുണ്ട് ദേശീയപാത വികസനത്തിൻ്റെ അത് ഉൾപ്പെട്ടിട്ടില്ല. എന്നിട്ടും നമ്മുടെ നാട്ടിലെ സർക്കാർ ഏറ്റവും നല്ല നഷ്ടപരിഹാരം കൊടുത്ത് ആ ഭൂമി പരാതിരഹിതമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുക്കുകയായിരുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണെന്ന് ഞാൻ പറഞ്ഞോളൂ, ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്. റൈറ്റ്, രണ്ട് അഭിപ്രായം ഉണ്ടാകാം, പക്ഷേ അവർക്ക് മുമ്പിൽ ഇതൊക്കെ അറിയണമല്ലോ ആരെങ്കിലുമൊക്കെ. ഇവിടെ ശ്രീ അനിൽകുമാർ, ഇവിടെ കേരളത്തിലെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും താരതമ്യേന ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്ന, കുറേ കൂടി ആളുകൾക്ക് അതിൻ്റെ ഒരു മൂല്യബോധത്തിൽ ഏറ്റവും അടുപ്പത്തോടെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന, വിശ്വസിക്കാവുന്ന, അങ്ങനെ പല കാരണങ്ങളാൽ ഏറ്റവും പ്രധാനപ്പെട്ട മികച്ച പാർട്ടിയായി CPIM-നെ കാണുമ്പോൾ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി അധികാരത്തിലിരിക്കുകയാണ്. ആ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന കാലത്ത് ബ്രാഞ്ച് തലം മുതൽ സമ്മേളനങ്ങൾ നടത്തി സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പുറമേക്കിതാണെങ്കിലും പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായ വിലയിരുത്തലും സ്വയം വിമർശനവും തെറ്റുതിരുത്തലും ആ സമ്മേളനത്തിലൂടെ മാത്രം കണ്ടെത്തി തിരുത്തേണ്ടതായിട്ടുള്ള, വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന നിരവധി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ CPIM-നെ സംബന്ധിച്ച്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഉള്ളിലുണ്ടാവില്ലേ? നാളെ മുതൽ ചർച്ചയ്ക്കെടുക്കാൻ പാകത്തിന് അത് പരിശോധിക്കപ്പെടുമോ? ചർച്ചയാകുമോ? തിരുത്തലുകൾ ഉണ്ടാകുമോ?
ഓരോ പാർട്ടി സമ്മേളനവും സ്വയം വിമർശനത്തിൻ്റെ അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടി സമ്മേളനങ്ങളിലും ഏറ്റവും താഴെ തലം മുതൽ സംസ്ഥാന സമ്മേളനം, പാർട്ടി കോൺഗ്രസ് വരെ സ്വയം വിമർശനപരമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ പാർട്ടി അതിൻ്റെ നയരേഖ അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 3 പാർട്ടി കോൺഗ്രസുകളിലെ നയരേഖകൾ വന്ന നടപ്പാക്കലിലെ പിശകുകൾ സംബന്ധിച്ച് പൊളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും തന്നെ സ്വയം വിമർശനം നടത്തുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി സ്വയം വിമർശനം നടത്തുന്നുണ്ട്. കേരള ഭരണത്തെ സംബന്ധിച്ചിടത്തോളം മികവാർന്ന നിലയ്ക്കാണ് കേരള ഭരണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു ഭരണ സംവിധാനം എന്ന് വരുമ്പോൾ കുറവുകൾ വരാം. ആ കുറവുകൾ വന്നാൽ അത് ഒരു തരത്തിലുമുള്ള മുൻവിധികളുമില്ലാതെ, അഭിമാനക്ഷതമില്ലാതെ അത് ഏറ്റുപറയുകയും അതിനേക്കാൾ മികവാർന്ന നിലയിൽ നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പാർട്ടിയുടെ നയം. തെറ്റുകൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, തെറ്റുകൾ മനഃപൂർവ്വം സംഭവിക്കുന്നതുമല്ല. അതുകൊണ്ട് തിരുത്തപ്പെടേണ്ടതാണ് അവയെല്ലാം. ഇതാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട നയം. ഇവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം, കേരള രാഷ്ട്രീയത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടയാളപ്പെടുത്തൽ എങ്ങനെയൊക്കെയാണ്. മണ്ണിന് വേണ്ടി നടന്ന സമരം, അതിൻ്റെ ഭാഗമായി ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസത്തിന് വേണ്ടി നടന്ന സമരം, അറിവ് നേടാൻ വേണ്ടി നടന്ന സമരം, അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ നിയമം, അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി നടന്ന സമരം, സാക്ഷരതയ്ക്ക് വേണ്ടി നടന്ന സമരം. കേരള ചരിത്രത്തെ മാറ്റിമറിച്ച സമരമാണ് പണിയെടുക്കുന്നതിന് കൂലി. ഇപ്പോൾ ആശാസമരം നടക്കുമ്പോൾ ഉയർന്ന വേതനം കൊടുക്കണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. നല്ല കാര്യമാണ്. ഇങ്ങനെ ഉയർന്ന വേതനം കൊടുത്താൽ കേരളം മുടിഞ്ഞു പോകും. നിങ്ങൾ ഈ ചുവന്ന കൊടിയും കൊണ്ട് നടന്ന് എല്ലാവർക്കും നല്ല കൂലി വാങ്ങിച്ചു കൊടുത്താൽ കേരളത്തിൽ വ്യവസായം വരില്ല എന്ന് പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരെല്ലാം ആശാസമരത്തിൻ്റെ മുന്നിൽ പോയിട്ട് അവിടെ കൊടി പിടിക്കുന്നുണ്ട്. ആ കൊടി പിടിക്കുന്നവരോട് ഞങ്ങൾ പറയുകയാണ്, മെച്ചപ്പെട്ട കൂലി വാങ്ങിച്ചു കൊടുക്കണം. ആദ്യമായിട്ട് ആശാപ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ കൂലിയാണോ കൊടുക്കുന്നതെന്ന് ചർച്ച ചെയ്യുക. കൂലിയല്ല കൊടുക്കുന്നത്, ഓണറേറിയമാണ്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മുടെ പോയിൻ്റ് എന്താണ്? കേരള വികസനത്തിൻ്റെ പുതുവഴികൾ, ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കാനുള്ള കെൽപ്പ് ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കുണ്ടോ? നമ്മൾ ഒരു സിനിമയിലും ഇന്ദ്രൻസ് പറയുന്നുണ്ടല്ലോ, മിനിമം താലി കെട്ടാനുള്ളൊരു ആരോഗ്യം വേണമെന്ന് കല്യാണം കഴിക്കണമെങ്കിൽ. ഒരു തമാശയായിട്ട് പറയുന്നതാണ്. കേരളത്തിൻ്റെ പുതുവഴികളെക്കുറിച്ച് ഒരു രേഖ അവതരിപ്പിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തൻ്റെ ഇടമുണ്ടോ? ഉണ്ടോ? കോൺഗ്രസ് ചെയ്യണം. കാരണം നിങ്ങളുടെ പ്രോഗ്രാം ജനങ്ങളുടെ മുന്നിൽ വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതൊക്കെ സീറ്റിൽ ആരൊക്കെ നിൽക്കണമെന്നോ അത് ജയിക്കാനുള്ള കുറുക്ക് വഴി എന്താണ് എന്ന് കനകോലം എഴുതിത്തരുന്നതല്ല കേരളത്തിനാവശ്യം. കേരളത്തിനാവശ്യം ഭാവി കേരളം എങ്ങനെ. അവിടെയാണ് CPM പറയുന്നത്, പരമ്പരാഗതമായി ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിലൂടെ പുതിയ കേരളം ഉണ്ടായി. എൻ്റെ ഉപ്പാപ്പക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തഴമ്പുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുന്നവരല്ല ഞങ്ങൾ. പുതിയ തലമുറയ്ക്ക് എന്നാ വേണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നത് ഭാവി തലമുറയ്ക്ക് എന്ത് വേണം. കൊല്ലത്ത് സമ്മേളനം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു, കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളി, ഇവിടുത്തെ കയർ തൊഴിലാളി, ഇവിടുത്തെ പരമ്പരാഗത തൊഴിലാളി കൈവിടില്ല. ക്ഷേമ പ്രവർത്തനത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷെ നാളെ എന്ത്? ഈ ജനവിഭാഗങ്ങളുടെ മക്കൾക്ക് തന്നെ പുതിയ കേരളം വേണം. ആ പുതിയ കേരളത്തെ എങ്ങനെ നേടിക്കൊടുക്കാമെന്ന കൃത്യമായ പ്രവർത്തന പദ്ധതിയാണ് ഈ സർക്കാർ ഉണ്ടാക്കുന്നത്. അതിൽ നവകേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു 3 കൊല്ലം മുമ്പ്. കുറേ കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നടപ്പാക്കിയെടുത്ത് വിജയമുണ്ടോ ഇല്ലയോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ നടന്ന നിക്ഷേപ സൗഹൃദ സമ്മേളനം നടന്നു. മധ്യപ്രദേശിൽ നടന്ന സമ്മേളനത്തിന് ഭക്ഷണത്തിന് അടിയോടടി. കേരളത്തിൽ നടന്ന സമ്മേളനം 1,57,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളിലേക്ക് എത്തി. മന്ത്രിസഭ അത് യോഗം ചേർന്ന് നടപ്പാക്കാൻ ഹോംവർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ നവകേരള വികസനത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് IT ഇൻഫ്രാസ്ട്രക്ചർ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ വീട്ടിലും കറണ്ടുള്ള കേരളത്തിൽ ഈ പരിപാടി നടക്കൂ. എല്ലായിടത്തും ഏറ്റവും വേഗമേറിയ ഇൻ്റർനെറ്റ് സംവിധാനം നടപ്പാക്കുന്ന കേരളത്തിലെ ഈ പദ്ധതി നടക്കൂ. K-ഫോൺ ഇല്ലെങ്കിൽ ഈ പദ്ധതി നടക്കുമോ? 24 മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ ഈ പദ്ധതി നടക്കുമോ? ഏറ്റവും വിവേകമുള്ളൊരു സമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ വാർത്തെടുത്തില്ലെങ്കിൽ ഈ പദ്ധതി നടക്കുമോ? അപ്പം നവകേരളം എന്ന് പറയുന്നത് ഒരാകാശ കുസുമല്ല. അത് സാധ്യമാക്കാൻ കുറേയേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. ഇതിൻ്റെ മേലെ എന്ത് വേണം? ശരി, ഡിജിറ്റൽ സർവകലാശാല ഈ രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരളത്തിൽ, ഒരു ഡിജിറ്റൽ സയൻസ് പാർക്ക് ഉണ്ടായ കേരളത്തിൽ പുതിയ തലമുറയെ നയിക്കാൻ ഇനി എന്ത് വേണം? ഇതാണ് ഈ സമ്മേളനം വിനീതമായി ആലോചിക്കുന്നത്. അത് ഭാവി കേരളത്തിന് വേണ്ടിയാണ്. വളരെ കേരളം കാതോർക്കുന്ന ഒരു രേഖയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രീ പൊടിപ്പാറ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പ്രയോഗിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗത്തിൽ നിന്ന് താങ്കളുടെ ഒരു അഭിപ്രായത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞാൽ കെൽപ്പ്
രാഷ്ട്രീയമായ കെൽപ്പ് ആർക്ക് എന്നത് പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യത്തിൽ തർക്കമില്ലല്ലോ. കേരളത്തെ മോദി സർക്കാർ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം ഭരിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ വലിയ തോതിൽ ദുർബലപ്പെടുത്തുന്നു, അസ്ഥിരപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ കേരളം ഭരിക്കുന്നതും പിന്നീട് ഭരിക്കുന്നതും LDF അല്ല എന്ന് വന്നാൽ UDF ആണ് എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നതും പരിശോധനാ വിഷയമാക്കേണ്ടതല്ലേ? ഒന്ന്, അതിൽ നിന്നടക്കം രാജ്യത്ത് BJP ഇതര സർക്കാരുകൾ വളരെ കാര്യമായി നോക്കുന്ന വിധത്തിലേക്കൊരു ബദൽ ആയി തന്നെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾക്ക്, പിണറായി സർക്കാരുകൾക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ രാഷ്ട്രീയമായ കെൽപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു താരതമ്യം ചെയ്യേണ്ട വിഷയമല്ലേ? അതുപോലെ ഈ ഏറ്റെടുത്ത പരിപാടികൾ, അതിൻ്റെ പൂർത്തീകരണം, അത് ജനങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് സംവദിക്കുന്ന കാര്യങ്ങളിൽ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ ഒക്കെയുള്ള ഈ സർക്കാരിൻ്റെ ഒരു വിജയനിരക്ക് എന്ന് പറയുന്നത് താരതമ്യേന മറ്റെല്ലാ പല സർക്കാരുകളെക്കാളും ഏറെ കൂടുതലല്ലേ? നേരത്തെ അവകാശവാദങ്ങൾ കൊള്ളാം, അഭിമാനം കൊള്ളാം, അതുപോലെ തന്നെ ആത്മവിശ്വാസവും നല്ലതാണ്. പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടുന്നത് കൂടി ആകണം എന്നതാണ് പ്രധാനം. അതായത് അനിൽകുമാർ ചോദിച്ച ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കെൽപ്പ് ഇന്ത്യയിൽ മറ്റാർക്കുണ്ട് എന്ന് ആദ്യം ചോദിച്ച അദ്ദേഹം പിന്നീട് കേരളത്തിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതിൽ അത് കുറെ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ്. ഒരുപക്ഷെ സാക്ഷരതയിൽ, അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനത്തിൽ ഒക്കെ കേരളം മുന്നിലാണ്, ഞാൻ അംഗീകരിക്കുന്നു. അത് കേരളം ഭരിച്ച ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ മാത്രം ക്രെഡിറ്റിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഈ 2021 വരെ ഓരോ ഘട്ടത്തിലും ഓരോ 5 വർഷത്തിനിടയിലും സർക്കാരുകൾ മാറി മാറി വന്നു. ഭരണം എന്ന് പറയുന്ന ഒരു നൈരന്തര്യമാണ്. ഭൂപരിഷ്കരണം പോലും ആശയം കൊണ്ടുവന്നത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് അല്ലെങ്കിൽ CPM അതാണെങ്കിൽ പോലും നടപ്പാക്കിയതിൽ ഈ പറഞ്ഞ അതിനെ എതിർത്തിട്ടുണ്ടോ? ഈ പറഞ്ഞ ഐക്യകക്ഷികളോ അല്ലെങ്കിൽ UDF ഭൂപരിഷ്കരണം പാടില്ല എന്നുള്ള നിലപാടെടുത്തിട്ടുണ്ടോ? കേരളത്തിലെ പുരോഗമന ആശയങ്ങളോട് എതിർക്കാനുള്ള പിന്നീട് 67-ലെ EMS സർക്കാർ വന്നപ്പോഴല്ലേ 57-ൻ്റെ തുടർച്ചയിൽ ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോയത്? കേരളം എന്തിൻ്റെ പേരിലാണ് പിന്നെ വിമോചന സമരം? നമുക്ക് പറയാൻ പ്രത്യക്ഷത്തിലൊരു കാരണം ഉണ്ടാകാം, പക്ഷേ എല്ലാവരും ഒത്തുചേർന്നൊരു വിമോചന സമരത്തിലൂടെ രാജ്യത്താദ്യമായി ഒരു സർക്കാരിനെ പിരിച്ചുവിട്ടത് ആ ഒരു രാഷ്ട്രീയമായ കൊടും തെറ്റ്. യെസ്, അതിനകത്തൊക്കെ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ട്. വിമോചന സമരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിനോട് യോജിപ്പുള്ള ഒരാളല്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അന്ന് നിലവിലുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിട്ടതിനോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ അത് ആക്കി തീർത്തതിൽ, അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി തീർത്തതിൽ ഒരു സ്വയം വിമർശനപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വലിയ പങ്കുണ്ട്. കാരണം അന്ന് ഇന്നത്തെ പോലെയല്ല, കുറെ കൂടി ഒരു സെൽഭരണത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടി പോലീസ് സ്റ്റേഷൻ അടക്കം ഭരിക്കുന്ന രീതിയിലേക്കൊക്കെ അന്നത്തെ ഭരണത്തിന് കുറെ വൈകല്യങ്ങളും അതുപോലെ തന്നെ ന്യൂനതകളും ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അതിലേക്ക് നയിച്ച വിദ്യാഭ്യാസ പരിഷ്കരണം ഉൾപ്പെടെയുള്ള മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലൊക്കെ ഈ പറഞ്ഞ അന്നത്തെ ഈ പറഞ്ഞ മാനേജ്മെന്റുകളെ പ്രകോപിപ്പിച്ചു, അവരെ പ്രതിദാനം ചെയ്ത പാർട്ടികളെ പ്രകോപിപ്പിച്ചു. അന്നത്തെ ആ ഒരു എന്താ പറയാ ജാതി ആരും എതിർത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആയി, എതിർപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എതിർക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റിലേക്ക് കൂടുതൽ പൂർണ്ണമായിട്ട് എഴുതി ചേർക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ വികസന സ്തംഭങ്ങളിൽ ഒന്നായിട്ടുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളം, ഈ വിമാനത്താവളം കൊണ്ടുവന്നത് K. കരുണാകരന്റെ കാലഘട്ടത്തിലാണ്. അന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായി. അദ്ദേഹം ആ എതിർപ്പുകളൊക്കെ അതിജീവിച്ചാണ് അത് യാഥാർത്ഥ്യമാക്കിയത്. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ മെട്രോ അത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. അതിനുശേഷം ഞാൻ എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല. അടുത്തത് ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി. അപ്പൊ ആ തുറമുഖ പദ്ധതി നമ്മൾ റെക്കോർഡ് നേട്ടമാണ്. ഇപ്പൊ ഈ ഏറ്റവും വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നേടും. പക്ഷെ അന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ അവരും ആർജവം കഴിഞ്ഞു. ഞാൻ അവരുടെ വക്കാലത്ത് പറയല്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഈ ജനകീയാസൂത്രണം അടക്കമുള്ള അതുപോലുള്ള ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ വലിയ എതിർപ്പ്, വിഴിഞ്ഞം കരാറിന്റെ അദാനിക്ക് കൊടുക്കുന്നതിലെ എതിർപ്പ് ആ പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധി ചർച്ചയ്ക്ക് വിളിച്ചത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും KPCC പ്രസിഡന്റായിരുന്ന VM സുധീരനെയുമാണ്. അതിലൊരു തീർപ്പ് വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി ആ കരാർ ഒപ്പിടുകയായിരുന്നു. അപ്പോൾ എതിർപ്പ് പല തലങ്ങളിൽ വന്നിരുന്നു. പക്ഷേ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് വേറൊന്നാണ്.
ശരത്തെ വേറൊരു കാര്യം കൂടെ ചോദിക്കാം. ഇതേ എതിർപ്പ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ പല നടപടികളോടും അന്നത്തെ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ തീരുമാനിച്ച പല കാര്യങ്ങളെയും പാർട്ടി ചില സമയത്ത് പാർട്ടിക്കകത്ത് ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കുന്നു, പഞ്ചായത്തി രാജിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി ജനകീയ ആസൂത്രണത്തിലൂടെ കേരളം വലിയ ഒരു മാതൃക സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ സാധ്യമാക്കിയ പഞ്ചായത്തി രാജ് ബില്ല് വരാനുള്ള ആ ഒരു ധൈര്യം കാണിച്ച രാജീവ് ഗാന്ധിയെ മറക്കാൻ പറ്റുമോ നമുക്ക്? അടിത്തറ ഏതെങ്കിലും രീതിയിൽ ആ വശത്ത് എന്റെ ഒരു കോൺട്രിബ്യൂഷനിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെയും സംഭാവനകളുണ്ട്. രാജ്യം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന പല നടപടികളും, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതിൽ CPM-ന്റെ കൂടി ആശയം ഉണ്ടെന്ന് അംഗീകരിച്ചാൽ പോലും അത് നടപ്പാക്കിയത് UPA സർക്കാരല്ലേ? വിവരാവകാശ നിയമം കൊണ്ടുവന്നത് UPA സർക്കാരല്ലേ? അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരല്ലേ? കാര്യങ്ങളിൽ ദേശീയ തലത്തിൽ ഇതിനേക്കാൾ രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന പല നടപടികളും കോൺഗ്രസിന്റെ അക്കൗണ്ടിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അനിൽകുമാറിന് ആത്മവിശ്വാസമാകാം, അഭിമാനമാകാം. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് എന്റെ ഉപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അവസാനം അത് കുയ്യാനയായിരുന്നു എന്ന് കുട്ടികൾ ഏറ്റുപറഞ്ഞത് കൂടി അനിൽകുമാർ ഓർക്കണം. അങ്ങനെ പറയാൻ ശ്രീ അനിൽകുമാറിന്റെ മറുപടി കേൾക്കുന്നവർക്ക് താങ്കൾ പറഞ്ഞത് അത്ര പൂർണ്ണമായി അങ്ങനെ ബോധ്യപ്പെടണമെന്നില്ല എന്നാണ് ശ്രീ പൊടിപ്പാറ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി സംസാരിച്ചു വെച്ചത്. ഒന്ന് ചുരുക്കി താങ്കളുടെ മറുപടിയിലേക്ക്, അതിനുശേഷം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരാം. അല്ല, കേരള വികസനം ആനയല്ല കുഴിയാനയാണ് എന്ന കോൺഗ്രസിന്റെ വാദമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് കേരളത്തിനെതിരായ യുദ്ധമാണ്. കേരളം വികസിക്കുന്നതിനെതിരായ യുദ്ധമാണ്. കേരളം വികസിച്ചിട്ടില്ല, അത് ആനയല്ല കുഴിയാനയാണ് എന്ന് പറയുന്നത് കേരളം വികസിച്ചിട്ടില്ല എന്ന വാദമാണ്. തിരിച്ച് നമ്മുടെ ചോദ്യം എന്താണ്? എൻ്റെ ആത്മവിശ്വാസത്തിന് അടിത്തറ എന്താണ്? ഒന്നാമത്തെ ചോദ്യം ഞാൻ ബഹുമാനപ്പെട്ട പൊടിപാറ സാറിനോട് പറയുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ ബഡ്ജറ്റ് 87 ലക്ഷം കോടി രൂപയാണ്. 87,000 കോടി രൂപയുടേതാണ്. ലാസ്റ്റ് ബഡ്ജറ്റ് 2016 മാർച്ച് 30 എക്സ്പെൻഡിച്ചർ 87,032 കോടി രൂപ. ഇപ്പോൾ ബാലഗോപാൽ അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ കോൺഫിഡൻസ് അതാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ പെടലിക്ക് ചവിട്ടിയാലും സ്വന്തം വരുമാനത്തിലൂടെ കേരളം നിലനിൽക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയിരിക്കുന്നു. ഇനി മോദിയല്ല, 1000 മോദി വന്നാലും കേരളത്തെ തടയാനാവില്ല എന്ന കോൺഫിഡൻസിൽ കേരളത്തിൻ്റെ ഗ്രോത്ത്, വളർച്ചാ നിരക്ക്, ഇതാണ് നമ്മുടെ ആത്മവിശ്വാസം. GDP ഗ്രോത്ത്, ഇന്ത്യയിൽ ഏറ്റവും വലിയ GDP ഗ്രോത്ത് കേരളത്തിലാണ്. ഇതെങ്ങനെ സാധ്യമാക്കി? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സാധ്യമാക്കിയത് നല്ല കൂലി കൊടുത്തോണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വരുമാനവും കൂലിയും. ഏറ്റവും വലിയ പൊതുകടവും കേരളത്തിലാണ്. കേട്ടില്ല? അല്ല, തെറ്റാണ്. ഒന്ന്, കേരളത്തിന് ഏറ്റവും വലിയ പൊതുകട എടുക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്നറിയോ? അതിന് കാരണം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 2001-2002 കേരളത്തിൻ്റെ പൊതുകട എന്ന് പറയുന്നത് ആളോഹരി വരുമാനം കൂടുതൽ കേരളത്തിലാണ്. ആളോഹരി വരുമാനം കൂടുതൽ കേരളത്തിലാണ്. ആളോഹരി വരുമാനം വരുമ്പോൾ ആ കടം കൂടുതൽ. അതിൻ്റെ കണക്ക് പറയാം. ഞാൻ സിമ്പിളായിട്ടൊരു കണക്ക് പറയാം. 2001-2002 കേരളത്തിൻ്റെ പൊതുകടം 2001-2002 ആന്റണി സർക്കാർ കേരളത്തിൻ്റെ പൊതുകടം എത്രയാണ്? 41.02%. ഇപ്പോൾ ബാലഗോപാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ കടം എത്രയാണ്? 33-34% താഴെയാണ്. ഏറ്റവും വലിയ പൊതുകടമാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ 25 കൊല്ലത്തെ ഡാറ്റ അങ്ങോട്ട് തരാം. 25 കൊല്ലത്തെ ഡാറ്റ ഇപ്പോൾ തരാം, എൻ്റെ ഇരിപ്പുണ്ട്. ഒരു സംശയമില്ല, തലമുനിക്കേണ്ട കാര്യമില്ല. നമുക്ക് വെറുതെ കടമെടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യ സർക്കാർ കടമെടുക്കാൻ അനുവാദം തരുന്നത് നമ്മുടെ GDP ഗ്രോത്ത് അനുസരിച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ GDP ഗ്രോത്ത് കേരളത്തിലാണ്. 13.11 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ GDP. അത് വെച്ചിട്ട് അതിൻ്റെ 3% കടമെടുക്കാവുന്നേ. അതൊന്നും ഓർത്ത് നിലവിളിക്കേണ്ട. അതിന് കാരണം എന്താണ്? നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ വളർന്നപ്പോഴാണ് കടമെടുക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ ഭാഗത്തല്ല നമ്മൾ നിൽക്കുന്നത്. കേരളം പട്ടിണിയിലല്ല, അതിദരിദ്രരില്ലാത്ത കേരളത്തുണ്ടാക്കുകയാണ്. 2 ലക്ഷം പേർക്കൂടെ വീട് കൊടുത്താൽ എല്ലാവർക്കും വീടാകുന്നൊരു കേരളം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടോ? ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് ഭരിച്ചിടത്തല്ല ഇങ്ങനെ തന്നെ വിദ്യാഭ്യാസമാണ്. മാറി ഭരിച്ചു. കോൺഗ്രസ് മാറിയല്ല, നീണ്ടു ഭരിച്ചു. UP-യിൽ കോൺഗ്രസ് എത്ര കൊല്ലം ഭരിച്ചു? അവിടെ ഒന്നും മാറിയിട്ടില്ല. മാറി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ എന്തേ അത് പറയാം. ബംഗാൾ കൃത്യമായിട്ട് പറയാം. അത് പറയാമല്ലോ. ബംഗാളിന് ഉത്തരവുണ്ടല്ലോ. എന്തുത്തരം? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബംഗാളിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം. അത് ഉത്തരം പറയാം, കൃത്യമായിട്ട് ഉത്തരം പറയാം. ഒന്ന്, ബംഗാളുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ബംഗാൾ എന്ന് പറയുന്നത് പഴയ ബംഗാളാണോ?
71-ലെ ബംഗ്ലാദേശ് യുദ്ധം നമ്മൾ മറന്നുപോയോ? അതിൻ്റെ ഭാഗമായി ബംഗാളിൻ്റെ അതിർത്തികൾ അസ്ഥിരമായി നമ്മൾ മറന്നുപോയോ? ബ്രഹ്മപുത്ര നദിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ വന്ന മാറ്റം, ബംഗാളിൽ വന്ന മാറ്റം നിങ്ങൾ മറന്നുപോയോ? ബംഗാൾ നേരിട്ട പ്രശ്നങ്ങൾ മറന്നുപോയോ? അതിനുശേഷം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്ന ശേഷം അല്ലല്ല, അവിടെ സംഭവിച്ച മാറ്റം ഞാൻ കൃത്യമായിട്ടും കൊണ്ട് പറയാം. അവിടെ ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മികച്ച ഭൂപരിഷ്കരണം നടപ്പാക്കി, ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പരിപാടികൾ നടപ്പാക്കി. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോകാൻ തുടങ്ങുന്നത് വ്യവസായ വികസനത്തിലേക്ക് പോകാൻ തുടങ്ങി. നിങ്ങളെല്ലാം കൂടി ഇപ്പോഴത്തെ SUCA മുതൽ മാവോയിസ്റ്റുകൾ വരെ കോൺഗ്രസും എല്ലാവരും കൂടി ഞങ്ങളെ അട്ടിമറിച്ചു. നമുക്ക് സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബംഗാൾ പോലൊരു സ്ഥലം, ബംഗാൾ ക്ഷാമമുണ്ടായ സ്ഥലമാണ്, ബംഗാൾ ഫാമിനുണ്ടായ സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നാണ് വീണ്ടെടുപ്പിന്റെ പോരാട്ടത്തിലേക്ക് ബംഗാളിലെ ഗവൺമെന്റ് കൊണ്ടുപോയത്. അല്ല, കേരളത്തിലെ പാർട്ടി ഈ മാറ്റത്തിലേക്ക് മുമ്പ് പറഞ്ഞതുപോലെ കേരള മോഡലിൽ നിന്ന് ഉൽപാദന മേഖലയിലേക്കടക്കം വ്യാവസായിക വികസനത്തിലേക്കടക്കം കേരളം മാറുമ്പോൾ അതിൻ്റെ വലിയ മികവുകളും നേട്ടങ്ങളും കേരളം നേടുന്ന ഈ ഘട്ടത്തിൽ ബംഗാളിൻ്റെ പാഠം കേരളത്തിലെ പാർട്ടി നന്നായി മനസ്സിലാക്കിയും അതിനനുസരിച്ചും കൂടിയാണോ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിച്ചതും ഈ മുന്നേറ്റവും? ഞാൻ സാന്ദർഭികമായി ചോദിച്ചു എന്ന് മാത്രം. അക്കാദമികമായി എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട് ശ്രീ പൊടിപ്പാറയ്ക്ക്. ഒന്ന് രണ്ടുപേരും ദയവായി ചുരുക്കി അതിനുശേഷം ഞാൻ അനിൽകുമാർ ബംഗാളിനെ കുറിച്ച് പറയുന്നത് ശരി, ഞാൻ അദ്ദേഹത്തിന് ആ ന്യായവാദങ്ങൾ നിരത്താനുള്ള അവകാശമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, 35 വർഷക്കാലം ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലൂടെ കടന്നുപോയ ഒരു നാട്ടിലെ ജനങ്ങളെ അത്ര എളുപ്പത്തിൽ, അത്ര അനായാസം ആ സിസ്റ്റം തന്നെ, ആ പാർട്ടിയെ തന്നെ തുടച്ചു നീക്കുന്ന രീതിയിൽ, അതിന്റെ അടിത്തറ തകർക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ അത്ര അനായാസം കഴിയുന്ന ഒരു കാര്യമാണോ? 35 years. ശ്രീ അനിൽകുമാർ, വളരെ ക്വിക്കായി ചുരുക്കം മറുപടിയിലേക്ക് അതിനോട് ചേർത്ത് തന്നെ പറയാവുന്നതാണ് എൻ്റെ ചോദ്യം. അതെ അതെ, കേരളത്തിലെ പാർട്ടി പഠിച്ച പാഠം കൃത്യമായിട്ട് പറയാം. ഞാൻ നെഹ്റുവിൻ്റെ ഒരു കത്താണ് 1948 ഗോവിന്ദ വല്ലഭ പന്തിന് നെഹ്റു എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നത് UP വന്ന വർഗീയ അധിനിവേശം UP എങ്ങനെ മാറ്റി. ഇതാണ് നെഹ്റുവിൻ്റെ കത്ത്. ഞാൻ ഇന്ന് ബംഗാളിനെ കുറിച്ച് പറയുന്നത് എന്താ? ഇന്നത്തെ ബംഗാൾ എന്താ? ഒന്ന് മുസ്ലിം ബംഗാളും ഹിന്ദു ബംഗാളുമാക്കി മാറ്റി, തൃണമൂൽ ഒരു മതത്തിൻ്റെ ബംഗാളാക്കി മാറ്റി, BJP മറ്റേ ബംഗാളാക്കി മാറ്റാൻ നോക്കുന്നു. ഈ വർഗീയവൽക്കരണം ബംഗാളിനെ ബാധിച്ചിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അക്കാര്യത്തിൽ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുള്ള പോരായ്മ പ്രശ്നം എന്താണ്? ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം പിന്നെ സംഭവിച്ചത് എന്താണ്? ബംഗാളിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം കേന്ദ്രം ഒരു പൊതുമേഖലയും തന്നില്ല. ഇവിടെ കേന്ദ്രം ഫണ്ട് തന്നില്ല, ബംഗാളിനോട് വിവേചനം കാണിച്ചു. പിന്നെ ബംഗാൾ സ്വയം വളരാൻ വേണ്ടി സ്വകാര്യ നിക്ഷേപങ്ങളിലേക്ക് പോയപ്പോൾ ബംഗാളിനെ കടന്നാക്രമിച്ച് വീഴിച്ചു. പക്ഷെ അവിടുത്തെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ കുറെ പരിഹാരം ഉണ്ടാക്കിയില്ലേ? സ്കൂളുകൾ വന്നില്ലേ? അതുപോലെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടില്ലേ? നമുക്കത് വീഡിയോ ഡിബേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. കേരളവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിക്കുന്ന പാഠം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, എല്ലാം കൊണ്ടുവന്നു. അതുകൊണ്ട് ഇനി ഭാവിയിലുള്ളവരെല്ലാം ഞങ്ങളുടെ പാട്ടപ്പറമ്പിലാണ് എന്നൊരു തെറ്റിദ്ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് വേണം? ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന സാധാരണ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കൂ. ഇത് രണ്ടും ഇടത് കൈ കൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുകയും വലത് കൈ കൊണ്ട് ഭാവി തലമുറയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ഏറ്റവും മികവാർന്ന ഇടപെടലാണ് കേരളത്തിലെ നവകേരളത്തിന്റെ പുതുവഴികളിലൂടെ കേരള സർക്കാർ ഇടതുപക്ഷം നടത്താൻ. അവിടെ ശ്രീ ജയചന്ദ്രൻ, നവകേരളത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പ് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ വളരെ കാര്യമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച് മുന്നോട്ട് പോയി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികമായും അതിൻ്റെ തുടർച്ച ഈ സംസ്ഥാന സമ്മേളനത്തിലും പ്രതീക്ഷിക്കാം. ആ നവകേരളം എന്നത് ഒരു സങ്കല്പ ലോകമല്ല. ആ നവകേരളം എന്ന് സർക്കാർ പറഞ്ഞത് സർക്കാർ യാഥാർത്ഥ്യമാക്കി തന്നെ മുന്നോട്ട് പോകുന്നു. അതിൽ നിന്ന് ഇനിയും എങ്ങനെയൊക്കെ മുന്നോട്ട് എന്ന് പറയുന്ന ഒരു ചർച്ചയുടെ വളരെ ഗൗരവമായ തലം ഈ സംസ്ഥാന സമ്മേളനത്തെ രാഷ്ട്രീയത്തിന് അതീതമായ ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നു. നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ചതാണ്. മറ്റൊന്ന്, കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സംസ്ഥാന സമ്മേളനത്തെ താല്പര്യത്തോടെ കാണുന്ന വിധം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ നിരീക്ഷിക്കുന്നത് ഏതൊക്കെയാണ്? വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, പാർട്ടി നേതാക്കൾ നൽകിക്കൊണ്ടിരിക്കുന്ന അവരുടെ അഭിമുഖങ്ങളിൽ നിന്ന് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് വാർത്തയായി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെതായ വേറിട്ട ഒരു വാർത്താ പരിസരമുണ്ടല്ലോ. അത് ശ്രീ ജയചന്ദ്രനെ പോലൊരു മാധ്യമപ്രവർത്തകൻ സമീപിക്കുന്നത് ഏത് തരത്തിലാണ്? ശരത്തെ, ഈ CPM സമ്മേളനത്തെ മാധ്യമങ്ങൾ സാധാരണ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ അറിയുന്നതാണ്. പല കാലത്തും പലതാണ് സമ്മേളനങ്ങൾ സംഭവിക്കുന്നതെന്നുള്ള വസ്തുതയുമാണ്. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനാനുഭവങ്ങളാണ് CPM സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്.
അത് വളരെ ഗാഢമായി തന്നെ സജീവമായി തന്നെ ചർച്ച നടക്കുകയും ചെയ്യും സംസ്ഥാന സമ്മേളനത്തിൽ. ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കണ്ട പ്രധാനപ്പെട്ട സംഭവവികാസം എന്തായിരുന്നു? എൻ്റെ മനസ്സിലാക്കലിൽ അത് കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ സ്വതന്ത്രമായി മുമ്പോട്ട് പോകുന്നതിന് തടസ്സം വരുത്തുന്ന വിധം കേന്ദ്ര വിഭവങ്ങൾ പരമാവധി വെട്ടിക്കുറയ്ക്കുക. അതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം. ആ സമീപനത്തെ മറികടക്കാനായിട്ട് കേരളം സ്വീകരിച്ച വഴി എന്താണ്? തനത് വരുമാനം വർദ്ധിപ്പിക്കുക, അങ്ങനെ റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവരിക. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സാധ്യമാക്കിയത്? ഇതൊക്കെ ബജറ്റ് പ്രസംഗത്തിൽ തന്നെ ധനമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അതാണ്, ഈ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞ 3 വർഷങ്ങളിലും ഗണ്യമായി കഴിയുന്നു. ഈ വർഷവും കഴിഞ്ഞ നടപ്പ് സാമ്പത്തിക വർഷവും അത് സാധിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളം സ്വീകരിച്ച വഴി ബദൽ വികസന മാതൃക തന്നെയാണ്. ജയചന്ദ്രൻ, അതിൻ്റെ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചപ്പോൾ ഇത്രയധികം നേരം ശ്രീ അനിൽകുമാർ സംസാരിച്ചത്. അതിലേക്ക് തന്നെ താങ്കൾ പോകുന്നത് കൊണ്ട് ഞാൻ ശ്രീ പൊടിപ്പാറയോട് ചോദിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം അതിലേക്ക് ഒരു നിരീക്ഷണം പോയില്ല എന്നാണ് വിചാരിക്കുന്നത്. താങ്കൾ അതെങ്ങനെ കാണുന്നു? അതായത് ഈ ഒരു കെട്ടകാലം എന്ന് തന്നെ പറയാം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ കേരളം നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. താങ്കൾ ഈ പറഞ്ഞതുപോലെ ബദൽ രൂപപ്പെടുത്തി മുന്നോട്ട് ഈ കാലത്ത് കേരളം ഭരിക്കുന്നത് LDF അല്ല UDF ആയിരുന്നുവെങ്കിൽ ഇതേ മോദി ഭരണകാലത്ത് കേരളം ഭരിക്കുന്നത് UDF ആണെന്നിരിക്കട്ടെ, ശ്രീ ജയചന്ദ്രൻ, എന്താകുമായിരുന്നു, എങ്ങനെയാകുമായിരുന്നു? UDF ആണെന്നുണ്ടെങ്കിൽ പരസ്പരം തലതല്ലിച്ചാകുമായിരുന്നു ഇതിനകം. കാരണം അവരെ സംബന്ധിച്ചോളം ബദൽ സാധ്യതകളൊന്നും ഒരു വിഷയമേ അല്ലല്ലോ. ഉള്ളതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പരമാവധി മാക്സിമം എങ്ങനെ കളിക്കാം എന്നുള്ളത് മാത്രമാണല്ലോ UDF എപ്പോഴും നോക്കുന്നത്. പക്ഷേ ഞാനീ പറഞ്ഞില്ലേ, ഇവിടെ ഉള്ളത് പ്രശ്നങ്ങളുണ്ടെന്നേ. പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. ഇപ്പോൾ വന്യമൃഗശല്യം വലിയ തോതിൽ വരുന്നില്ലേ, കാലാവസ്ഥാ വ്യതിയാനം, ഉൽപ്പന്നങ്ങളുടെ വിലസ്ഥിരത ഇല്ലായ്മ, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കേരളം നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് CPMൻ്റെ പാർട്ടി സമ്മേളനത്തിന് ബാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഈ കൂടുതൽ നമുക്ക് സമഗ്രമായി നടപ്പിലാക്കാൻ കഴിയുക? ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇത് മാധ്യമങ്ങൾ, താങ്കൾ ചോദിച്ച ആ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. അത് ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്കും മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ വനം മന്ത്രി രാജിവെക്കുന്നതാണ് ആത്യന്തിക പരിഹാരം എന്ന് വിളിച്ചു നടക്കുന്ന മാധ്യമങ്ങൾക്കൊപ്പം അതേപോലെ തന്നെ കൈകൊട്ടി പാടുന്നവരാണ് UDF നേതാക്കളും. അത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് എന്താണ് ഫലം എന്നുള്ളതല്ല പ്രശ്നം. അതിന് ഉടൻ പരിഹാരം കാലാവസ്ഥ വ്യതിയാനം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഭരിക്കുന്നുകൊണ്ടാണ് എന്ന വിവരക്കേട് വരെ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി ആ പാർട്ടിയിലുണ്ട്, UDFലുണ്ട്. അത് മറ്റൊരു സംഗതി. അപ്പോൾ ഈ ഒരു പ്രശ്നം വരുമ്പോൾ മാധ്യമങ്ങളാണിത് വാസ്തവത്തിൽ അങ്ങനെ വരുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഈ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നുള്ളേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ വൈറലായൊരു സാധനമാണ്. ഇന്നെന്താണ് നേതാവേ സമരത്തിൻ്റെ രീതി? ഇന്നൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. മനോരമയിൽ ഒന്നും പ്രധാനമായിട്ട് കണ്ടില്ല എന്ത് ചെയ്യണമെന്നുള്ളത് പറയാനായിട്ട് എന്ന് പറയുന്നൊരു സാധനം വൈറലായി ഓടിയല്ലോ. ആ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് മാധ്യമങ്ങളും UDF നേതാക്കളും തമ്മിൽ അതൊരു നെക്സസായിട്ട് തന്നെ നിലനിൽക്കുന്നത്. അതിൽ തന്നെയാണ് ഇന്ന് തുടങ്ങി നാളെ മറ്റന്നാളുമൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നു. അതുതന്നെയായിരിക്കും, അതാണ് അവർക്ക് താല്പര്യവും. പക്ഷേ അതല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി, ഭരണകക്ഷിയായ പാർട്ടി, LDFന് നേതൃത്വം നൽകുന്ന, സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്നുള്ള നിലയിൽ CPM ചെയ്യുന്ന ഉത്തരവാദിത്വം വളരെ വലിയൊരു ദൗത്യം തന്നെയാണ് ഏറ്റെടുത്ത് പോകുന്നത്. അതിന് ഏതെങ്കിലും ഈ പറയുന്ന പെട്ടെന്നുണ്ടായ ഒരു വെളിപാട് പോലെയല്ല. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനാനുഭവങ്ങൾ മൊത്തത്തിലാണ് അവിടെ വിലയിരുത്തപ്പെടുക. നേട്ടങ്ങളോടൊപ്പം കോട്ടങ്ങളും വ്യക്തമായി അവിടെ തിരിച്ചറിയുകയും അതെങ്ങനെയാണ് മറികടക്കാൻ കഴിയുക, അതിനുള്ള പ്രവർത്തന പദ്ധതികൾ എന്തൊക്കെ എന്നുള്ള അടുത്ത 3 വർഷത്തേക്കുള്ളത് അതാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം വരുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ഇപ്പോൾ ആദ്യം വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നാണല്ലോ പറയുന്നത് തന്നെ. അപ്പോൾ പ്രാദേശിക സർക്കാരുകളെ എത്രത്തോളം ശാക്തീകരിക്കാൻ കഴിഞ്ഞു? വളരെ വലിയ തോതിൽ കഴിഞ്ഞ നമ്മളുടെ സ്വാതന്ത്ര്യാനന്തരമുള്ള കാലയളവ് എടുക്കുകയാണെങ്കിൽ വളരെ വലിയ തോതിൽ പഞ്ചായത്തുകളെ ശാക്തീകരിക്കാനായിട്ട് നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണദോഷ വിചിന്തനങ്ങൾ, അതിൻ്റെ വിശ്ലേഷണങ്ങൾ ഒക്കെയാണ് പ്രധാനമായിട്ടും വരിക.
അതിനുശേഷമാണ് പിന്നീട് നിയമസഭയിലേക്ക് പോവുക. അവിടെയും എന്തായിരിക്കണം സമീപനം, എന്തായിരിക്കണം നടപടികൾ എന്നുള്ളത് സ്വാഭാവികമായി ചർച്ച ചെയ്താൽ മതിയാവുകയുള്ളല്ലോ. കാരണം ഇനി 3 വർഷം കഴിഞ്ഞല്ലേ സംഘടനാ സമ്മേളനം വരുന്നുള്ളൂ. അപ്പോൾ ഈ സംഘടനാ സമ്മേളനം അതിനും പ്രധാനപ്പെട്ട ഊന്നൽ കൊടുത്ത് ചർച്ചകൾ സമഗ്രമായി തന്നെ നടത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ വളരെ വിപുലമായി പല പ്രശ്നങ്ങളും വെല്ലുവിളികളും എടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളും ജീവൽ പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമായും ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പാകെയുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ താല്പര്യം കുറേ കൂടി ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന അതിൻ്റെ സംഘടനാ സംവിധാനത്തിലേക്കും അല്ലെങ്കിൽ അതുവഴി നാട് ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്കുമൊക്കെ എങ്ങനെ അതിൻ്റെ ഭാവി നേതൃത്വം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു രാഷ്ട്രീയ കൗതുകം നിറയ്ക്കുന്നതിലാണ് മാധ്യമങ്ങൾ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ അതിലൊരു അത്ഭുതപ്പെടേണ്ടതില്ല. അത് വളരെ സ്വാഭാവികമായി ഒരു സ്വാഭാവിക മാധ്യമ പ്രക്രിയയായി തന്നെ കാണുന്ന ആളുമാകുമല്ലോ താങ്കൾ. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ ഉയരുന്നുണ്ട് മാധ്യമ വാർത്തകളിലൂടെ. അതിനെ താങ്കൾ ഏത് നിലയിലാണ് സമീപിക്കുന്നത്? അതിലെ ഓരോ ഘടകങ്ങളും. ഒരു മാധ്യമ പ്രവർത്തകൻ, ദീർഘകാലം മാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീ ജയചന്ദ്രന്റെ ചില അഭിപ്രായങ്ങളോട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതിനോട് എനിക്ക് എന്താ പറയുക, നിരാശയുണ്ട്. കാരണം ആത്യന്തികമായിട്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ പ്രവർത്തനമാണ്. അങ്ങനെയല്ലേ നമ്മളൊക്കെ ആദ്യം മുതലേ പഠിച്ചിരിക്കുന്നു. ഒരു സർക്കാർ വിലാസം സംഘടന അല്ലെങ്കിൽ ഒരു ഇതിന്റെ സർക്കാരിന്റെ നേട്ടങ്ങൾ പർവ്വതീകരിച്ച് അതിന് സ്തുതി പാടുന്ന ആളുകളാണോ? അല്ല, പക്ഷേ ഇവരൊക്കെ പറയുന്നത് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തനമായി മാറുന്നു എന്നാണ്. പ്ലീസ് ഒരല്പം കാര്യങ്ങളൊന്നും ഞാൻ സപ്ലിമെന്റ് ചെയ്താണ്. കാരണം നിങ്ങൾ 3 പേര് ഒരു വശത്ത് നിൽക്കുക. ഞാൻ പറയുന്നതൊന്ന് സമർത്ഥിക്കാൻ എനിക്കൊരു അവസരം തരും. അതായത് ആത്യന്തികമായിട്ട് ഞാൻ വിശ്വസിക്കാൻ, ഞാൻ 20-30 വർഷത്തോളം മാധ്യമ പ്രവർത്തകനായിരുന്ന ഒരാളാണ്. ഞാൻ ഇന്നും അന്നും തുടക്കം മുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യം, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അത് ഒരു പ്രതിപക്ഷ പ്രവർത്തനമാണ്, അതൊരു ജനാധിപത്യ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഇതിനെ 3-ാം തൂണ് 4-ാം തൂണെന്ന് വിശേഷിപ്പിക്കുന്നതും വാച്ച് ഡോഗ്സ് ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിക്കുന്നു. ജനാധിപത്യം ഉള്ളിടത്തല്ലേ മാധ്യമ പ്രവർത്തനം ഉള്ളൂ. ആ ജനാധിപത്യത്തിന്റെ 4-ാം തൂണായ മാധ്യമ പ്രവർത്തകനെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ്? വാച്ച് ഡോഗ്സ് ഓഫ് ഡെമോക്രസി എന്നാണ്. ആ വാച്ച് ഡോഗ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വാച്ച് ഡോഗ്സ് എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ വാച്ച് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്ന മാധ്യമ പ്രവർത്തകരിൽ നല്ലൊരു പങ്ക് ലാപ്പ് ഡോഗ്സ് ആണ്. മടിത്തട്ടിൽ ഇരുന്നിട്ട് ഇക്കിളി ഉണ്ടാക്കുന്ന അതാണ് യഥാർത്ഥത്തിൽ വാച്ച് ഡോഗ്സ് എന്ന് പറയുന്നത്. ഈ ഭീഷണി, ജനാധിപത്യത്തിനെതിരായ ഭീഷണി ഉണ്ടാകുമ്പോൾ അത് അകലെ നിന്നേ കണ്ട് അതിന്റെ ആ അപകട സാധ്യതയെക്കുറിച്ച് ഉച്ചത്തിൽ കുരച്ച് യജമാനന്റെ ശ്രദ്ധ അത് ചെയ്യുന്ന അതാണ് വാച്ച് ഡോഗ്. ഒരു വീട്ടിലെ സുരക്ഷിതത്വം അകലെ വെച്ചേ കണ്ട് അതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ വാച്ച് ഡോഗിന്റെ ചുമതല, അല്ലേ? അതിന് പകരം അടിത്തട്ടിൽ ഇരുന്നിട്ട് ഇക്കിളിയാക്കാനല്ലോ. അപ്പൊ ആ വാച്ച് ഡോഗ് എന്ന് പറയുന്ന പ്രതിപക്ഷമായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു സംസ്ഥാന സമ്മേളനം CPM ഭരിക്കുന്ന കക്ഷിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ നടന്നിട്ടുള്ളൂ. നമ്മൾ കാണുന്നത് എപ്പോഴാണ്? മാധ്യമ പ്രവർത്തനം എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളിലും അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് അത് UDF ഭരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. അവരെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ടോ ഇവിടുത്തെ മാധ്യമങ്ങൾ? അതിന്റെയൊക്കെ നേട്ടങ്ങൾ എല്ലാ പാർട്ടികൾക്കും എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. സോളാർ വിഷയത്തിലും ബാർക്കോഴ വിവാദത്തിലും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ആഞ്ഞടിച്ചതിന്റെ നേട്ടം ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഭരണമാറ്റത്തിലേക്ക് പോലും നയിച്ചത് ആ വിഷയങ്ങളിൽ മാധ്യമങ്ങൾ എടുത്ത അതിശക്തമായ നിലപാടും ആക്രമണമല്ലേ. അപ്പൊ തിരിച്ച് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പറഞ്ഞാൽ അത് മാധ്യമങ്ങളുടെ അജണ്ടയാണ്, മാധ്യമങ്ങളുടെ എന്താ പറയാ സിൻഡിക്കേറ്റ് ആണെന്ന് പറയുന്നത് ശരിയാണോ? മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങൾ എതിർത്തിട്ടുണ്ട്. അതാണ് ഞാൻ അതിലൂടെ ഇപ്പോൾ മാധ്യമങ്ങൾ വിഷയമാക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് എന്റെ ചോദ്യം. അതേക്കുറിച്ച് താങ്കൾക്ക് അതുണ്ടെങ്കിലാകാം, അല്ലെങ്കിൽ നമുക്ക് അനിൽകുമാറിലേക്ക് പോകാം. 2 കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമല്ലോ. ഒന്ന്, ഈ സംസ്ഥാന സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, CPMന്റെ മുമ്പിലുള്ള, ഈ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പിലുള്ള ഇന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞൊരു വിഷയം, 75 വയസ്സിന്റെ കാര്യത്തിലെ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനത്താണ്. ഈ വിഷയം സ്വാഭാവികമായിട്ടും വളരെ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുമല്ലോ അവിടെ. അതായത് മറ്റു ചില സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിൽ 70 വേറെ ഏതോ സംസ്ഥാനത്ത് 72 കേരളത്തിൽ അത് 75 അപ്പൊ ആ കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ അല്ല, സംസ്ഥാന സമ്മേളനമാണ് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയാണ്. അത് വലിയൊരു വിഷയമായിട്ട് വരും.
അതുപോലെ 2 തവണ മത്സരിച്ചവരെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തി. ഈ തവണ 2 തവണ മത്സരിച്ചവർക്ക് കർശനമായിട്ട് ഇനി അവസരം കൊടുക്കേണ്ട എന്നൊരു തീരുമാനവും ഈ സമ്മേളനത്തിൽ ചർച്ചയാവുമല്ലോ. ആ വിഷയം ചർച്ച ചെയ്യുന്നു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അപ്പൊ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ എന്ത് തീരുമാനം എടുക്കുന്നു, ആ തീരുമാനം ഉണ്ടായാൽ ഏതാണ്ട് 22 പേർക്ക് നിലവിലുള്ള MLA-മാരിൽ അതിൽ വളരെ പ്രമുഖരും ഉൾപ്പെടും. അവർക്ക് ഇനി അവസരം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന് അത് കേൾക്കാൻ കൗതുകമുണ്ട്. ഈ താത്വികമായ സൈദ്ധാന്തികമായ കാര്യങ്ങൾ മാത്രമല്ല, ഇത്തരം ജനപ്രിയ വിഷയങ്ങൾ, ജനങ്ങൾ താല്പര്യത്തോടെ പ്രകടിപ്പിക്കുന്ന വിഷയങ്ങൾ കൂടി അവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾക്ക് കടമയുണ്ട്. ഓക്കെ, റൈറ്റ്. ഞാൻ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള CPM സംസ്ഥാന സമിതി അംഗത്തോട് തന്നെയാണ്. ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് വേണ്ടി കൊല്ലത്തെത്തിയ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാം. ഇത് CPM സമീപിക്കുന്ന വളരെ രാഷ്ട്രീയ കൗതുകത്തിൻ്റെയും ജനകീയമായിട്ടുള്ള ഒരു കാറ്റഗറിയിൽപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിലൊരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പ്രായപരിധിയെ സംബന്ധിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആരാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നയിക്കുക. അപ്പോൾ ഇന്ന് മലയാള മനോരമയുടെ പാർട്ടി സെക്രട്ടറിയുടെ അഭിമുഖത്തിൻ്റെ തലക്കെട്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക ഒരാളുടെ നേതൃത്വത്തിലാകില്ല എന്ന് പറയുമ്പോൾ തന്നെ ആളുകളിൽ പലതരത്തിലുള്ള ചിന്തകൾ, സംശയങ്ങൾ പലതും രൂപപ്പെടുത്താം. അത് CPM പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ആഴത്തിൽ വേരുകളുള്ള സ്വാധീനമുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ വലിയ ഒരു താല്പര്യ കേന്ദ്രമാണ്. ആളുകളെ ആകർഷിക്കുക, കാണാൻ പ്രേരിപ്പിക്കുക, വായിക്കാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഗഹനമായ കാര്യങ്ങൾ പറയുന്നതും അതിനേക്കാളും അപ്പുറം മാധ്യമങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ട വിഷയങ്ങളാണ്, ഹരം പകരുന്ന വിഷയങ്ങളാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്താണ് CPM അതേക്കുറിച്ച് പറയുക, ശ്രീ അനിൽകുമാർ? അല്ല, അത്തരം ഏത് ചർച്ചയും ഒരു മാധ്യമം നടത്തുന്നതിന് നമ്മളാരും എതിർക്കുന്നില്ല. പക്ഷെ വ്യാജങ്ങൾ നിർമ്മിക്കരുത്. അതാണ്. ഏത് ഡോഗാണെങ്കിലും വ്യാജം നിർമ്മിച്ചിട്ട് അത് വാച്ച് ഡോഗിൻ്റെ പണിയാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചാൽ അത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനാവാത്ത ഡോഗ്സ് ആണെങ്കിൽ ആ ഡോഗ്സിന് എന്ത് പേര് പറയും? ഇന്നലെ കണ്ടില്ലേ? എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷമാണ്. സർക്കാരിനെതിരായ പ്രതിപക്ഷമാണ് മാധ്യമങ്ങളെങ്കിൽ മോദി സർക്കാരിനെതിരായ പ്രതിപക്ഷമാണോ മാധ്യമങ്ങൾ? ഏഷ്യാനെറ്റിൻ്റെ ഉടമസ്ഥൻ തിരുത്തിയല്ലോ, ഒരു ചെറിയ വാചകം കണ്ട് കുംഭമേളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തിരുത്തിയല്ലോ. അപ്പോൾ കേന്ദ്രത്തിലെ ഒരു ആരോഗ്യമന്ത്രിയുടെ വകുപ്പ് കേരളത്തെ പിണറായി സർക്കാർ എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തെ വിമർശിച്ചു എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ ആ കൊടുത്ത വാർത്തയെങ്കിലും വായിച്ചു നോക്കാനുള്ള വിവേകമുള്ളവരായിട്ട് മാധ്യമങ്ങൾ മാറണ്ടേ? ഇനി പ്രായപരിധി സംബന്ധിച്ച് 75 വയസ്സ് പ്രായപരിധി എന്നുള്ളത് CPM തീരുമാനിക്കുകയും അത് ജില്ലാ സമ്മേളനങ്ങളിലും താഴെയുള്ള സമ്മേളനങ്ങളിലും നടപ്പാക്കുകയും ചെയ്ത കാര്യമാണ്. അതിന് ഈ കൊല്ല സമ്മേളനത്തിൽ ചർച്ചാ വിഷയമേ അല്ല, തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ നേതാക്കന്മാർ വരുമ്പോൾ നേതാക്കന്മാരോട് അക്കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലാണ് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ കേരളത്തിൽ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് സമ്മേളനത്തിൽ 2 ദിവസം കൊണ്ട് തീരുമാനിക്കാൻ പോകുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാണ്ട് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്, അത് നടപ്പാക്കപ്പെട്ട് കാര്യമാണ്. ഒരു സമ്മേളന പ്രോസസ്സാണ്. 24-ാം പാർട്ടി കോൺഗ്രസ് അനിൽകുമാർ അതാ പറഞ്ഞത്. അതെ, 24-ാം പാർട്ടി കോൺഗ്രസിന്റെ 24-ാം പാർട്ടി, അതാണ് ചോദ്യം. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ കാര്യത്തിൽ കൃത്യതയുണ്ട്. 75 വയസ്സുള്ള വയോപരിധി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇന്ത്യ രാജ്യത്ത് CPM-ന് മുഖ്യമന്ത്രി പദമുള്ള സഖാവ് പിണറായി വിജയന് പാർട്ടി കോൺഗ്രസ് തന്നെ എക്സെപ്ഷൻ കൊടുത്തു കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അത് അടുത്ത പാർട്ടി കോൺഗ്രസ് ഒരു വാലിഡാണ്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ എക്സെപ്ഷൻ നിലനിൽക്കുന്നുണ്ട് എന്നാണ് സഖാവ് ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയെ മുന്നോട്ട് നയിക്കലാണ് പ്രധാനം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, MLA-മാർക്ക് 3 ടേമാണോ 2 ടേമാണോ ഇതൊന്നും ഇപ്പോൾ ചർച്ചയേ അല്ല. കാരണം എന്താണ്? അത് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ആ സമയത്ത് ഉചിതമായ നയം തീരുമാനിക്കും. നയമൊന്നും ഇരുമ്പലൊക്കെ അല്ല. അന്നത്തെ മൂർത്തമായ സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനമെന്തോ ആ ശരിയായിരിക്കും, പാർട്ടിയുടെ കൂട്ടായ്മയുടെ ശരി. അല്ലാതെ വ്യക്തിയാധിഷ്ഠിതമായി 2 ആളെ അവിടെ നിർത്താം 3 ആളെ ഇവിടെ നിർത്തരുത് എന്ന അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന പാർട്ടിയല്ല CPM. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ എങ്ങനെ വേണം എന്ന് പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ ഈ 2 ടേം എന്ന മാനദണ്ഡമാണ് ശരിയെങ്കിൽ ആ ശരിയിൽ ഉറച്ചു നിൽക്കും. അല്ല, ആ സമയത്തെ ആവശ്യം പാർട്ടിക്ക് മുന്നോട്ട് പോകാനും തൊഴിലാളി വർഗത്തെ എതിരാളികളെ പരാജയപ്പെടുത്താനുള്ള കരുത്തുണ്ടാക്കാനും ഈ കേരളത്തിന് വേണ്ടത് കേരളത്തിന് വേണ്ട എന്തോ തീരുമാനിക്കും. അതിനപ്പുറത്തൊരു തീരുമാനമില്ല. അത് കൂട്ടായ തീരുമാനമായിരിക്കും, വ്യക്തിപരമായ തീരുമാനം ഉണ്ടാവില്ല.
അതാണ് CPM-ന്റെ പ്രത്യേകത. ശരി, നയം തീരുമാനിക്കുന്നത് നയപരമായിട്ടാണ്, വ്യക്തിപരമായിട്ടല്ല. വ്യക്തിയെ മുൻനിർത്തി ഒരു നയമില്ല. ഇതാണ് സമ്മേളനത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ ഈ ചർച്ചയിൽ പറയുന്ന കാര്യമാണ് പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും നടക്കരുത്. യെസ്. ഏതായാലും നാട്ടിൽ പല മാധ്യമങ്ങളുടെയും വാർത്തകളിലൂടെ പ്രചരിക്കുന്ന പ്രശ്നമടക്കം ഈ ചർച്ചയിൽ ഉയരുമ്പോൾ എന്താണ് CPM ഇക്കാര്യങ്ങളിൽ ജനങ്ങളോട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ സംസ്ഥാന സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും മുമ്പ് തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകളെക്കുറിച്ചൊക്കെയാണ് സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അതേക്കുറിച്ച് CPM വക്താവ് എന്ന നിലയിൽ അക്കാര്യങ്ങളിൽ വിശദീകരണം നടത്തിയത്. ഏതായാലും രാജ്യത്തിൻ്റെ തന്നെ മുന്നോട്ടു പോക്കിൽ എടുക്കേണ്ടി വരുന്ന ശക്തമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എടുക്കേണ്ട നിലപാടുകൾ, ഈ കഴിഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ വിലയിരുത്തൽ, കേരളം എന്ന ബദൽ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട വലിയ വിലയിരുത്തൽ, ഇതൊക്കെയാണ് സ്വാഭാവികമായും CPM-നെ പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ സംഭവിക്കുക. അതുതന്നെയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലും നാളെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലൂടെ കൂടുതൽ ശക്തമായി ഉണ്ടാവുക. അതിൽ നിന്ന് ഉയരുന്ന വിവരങ്ങളും വാർത്തകളും കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ കേരളം തന്നെയാണ് നമ്മുടേത്. എല്ലാവർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്.